നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ മന്ത്ലി ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ ക്യാൻഡിൽസും നിഫ്റ്റിയുടെ ഓരോ മന്തിനെ ഉണ്ടാകുന്ന പ്രൈസിലുണ്ടായ വേരിയേഷനാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് 19,638 എന്ന പ്രൈസിലാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലാസ്റ്റ് കാണുന്ന ഈ ഒരു ക്യാൻഡിൽ ഇത് സെപ്റ്റംബർ മാസത്തെ നിഫ്റ്റിയുടെ മന്ത്ലി ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ബോഡീനേക്കാളും വലിയ ഒരു വിക്ക്, ഇവിടെ ബോഡീനേക്കാളും വലിയ ഒരു വിക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മന്തിൽ നമുക്ക് നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു റീജിയണിൽ നിന്നാണ് ഒരു റിജക്ഷൻ ഉണ്ടായത്. ആ ഒരു റീജിയനിലാണ് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് പോകുന്നത്. ഏകദേശം 20,000 സംതിങ് റീജിയൻ ഒരു നല്ല റെസിസ്റ്റൻസ് റീജിയനാണ്. പിന്നെ താഴത്തെ റീജിയൻ നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൻ്റെ റീജിയനാണ് 18,900 എന്ന റീജിയൻ. ഓക്കെ, ഈ ഒരു രണ്ട് ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് മുകളിലേക്ക് കിടക്കുന്നതനുസരിച്ചായിരിക്കും ഇനി വലിയ ഒരു ടൈം ഫ്രെയിമിൽ നല്ല മൂവ്മെൻറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീക്കിലിയിലോട്ട് വരുവാണെങ്കിൽ വരുമ്പോഴത്തേനും ഞാനിവിടെ താഴെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ ചേർത്ത് വരച്ചപ്പം ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് മുകളിലേക്ക് വന്ന് ഈ ഒരു റീജിയനിൽ വരുമ്പോഴത്തേനും ചെറിയ രീതിയിൽ അവിടെ ഒന്ന് പ്രൈസ് ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട്. ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു ക്യാൻഡിൽ നമുക്ക് ലാസ്റ്റ് വീക്കിലി ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ക്ലിയർ ആയിട്ടൊരു കൺസോൾട്ടേഷൻ ക്യാൻഡിലാണ് കാണുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഇതിന് മുകളിലേക്ക് ഏത് റീജിയനിലേക്കാണോ ബ്രേക്കൗട്ട് തന്ന് ക്ലോസിങ് തരുന്നത്, അപ്പം ഈ ഒരു റീജിയനിലേക്കാണ് നമുക്ക് ക്ലോസിങ് തരുന്നതെങ്കിൽ നമുക്ക് മുകളിലേക്കാണ് അടുത്ത മൂവ്മെൻറ്റ് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതല്ല ഇതിന് താഴോട്ടാണ് നമുക്ക് ഒരു ക്ലോസിങ് തരുന്നെങ്കിൽ താഴോട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രണ്ട് ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു ഡോജി ക്യാൻഡിൽ പോലെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ ഒരുപക്ഷെ ഒരു കൺസോൾട്ടേഷൻ ശേഷം വീണ്ടും മുകളിലേക്ക് ബ്രേക്കൗട്ട് തരാം, അല്ലെങ്കിൽ താഴോട്ട് ബ്രേക്ക് ഡൗൺ തരാം. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഏതൊക്കെയാണ്? ഇവിടെ നിന്ന് ഈ ഒരു റീജിയന് മുകളിലേക്ക് പോരുവാണെങ്കിൽ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ഈ ഒരു ലെവലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. നമുക്ക് ഡെയിലിയിലേട്ടൊന്ന് പോയി നോക്കാം അതൊക്കെ ഏതൊക്കെയാണ് ലെവൽസ് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു റീജിയണിൽ നിന്ന് ഒരുപക്ഷെ ഈ ഒരു റേഞ്ചിന് പുറത്തിട്ട് എങ്ങോട്ടാണോ കിടക്കുന്നത് ആ ഒരു റീജിയണിലേക്ക് ആ ഒരു ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് തരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഇവിടെ മുകളിലത്തെ റേഞ്ച് എത്രയാണ്? 19,780, അതായത് 19,800 എന്ന റീജിയണിന് മുകളിലേക്കാണ് നമുക്കൊരു ക്ലോസിങ് തരുന്നതെങ്കിൽ നമുക്ക് ഇനിയും മുകളിലേക്കുള്ള സാധ്യതകളുണ്ട്. 20,000 എന്ന റെസിസ്റ്റൻസ് ആണ് നമുക്ക് വരുന്നത്. അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഓൾ ടൈം ഹൈ ആണ് നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത്. അതല്ല ഇനി താഴോട്ടാണ് ബ്രേക്ക് ഡൗൺ തരുന്നതെങ്കിൽ, താഴോട്ടാണ് നമുക്ക് ബ്രേക്ക് ഡൗൺ പ്ലസ് ക്ലോസിങ് തരുന്നതെങ്കിൽ താഴോട്ട് ഏതാണ് ലെവൽ? 19,500 എന്ന ലെവലാണ്. അപ്പോൾ 19,500 താഴോട്ട് ഒരു ക്ലോസിങ് തരുവാണെങ്കിൽ പിന്നെ നമുക്ക് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19,250 എന്ന റീജിയനാണ്. അപ്പം ആ ഒരു റീജിയനും ബ്രേക്ക് ഡൗൺ, അതും ഫെയിലായി ബ്രേക്ക് ഡൗൺ ആണ് തരുന്നതെങ്കിൽ പിന്നെ 18,900 എന്ന റീജിയനിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവൽസും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റേഞ്ചിനൊക്കെ പുറത്തേട്ട് കിടക്കുന്നതനുസരിച്ച് മുകളിലേക്കാണ് കിടക്കുന്നതെങ്കിൽ ലോങ് ടൈമിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലി തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ല താഴോട്ടാണ് വരുന്നതെങ്കിൽ ക്ലിയർ ആയിട്ട് പിന്നെയും മാർക്കറ്റ് ഒത്തിരി ബീറിഷ്നെസ്സിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഇതിപ്പോൾ എൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മൾ സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസിലാണെങ്കിലും ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഈ കാര്യങ്ങളൊക്കെ ഡ്രോ ചെയ്യുന്നത് നിഫ്റ്റി എന്ന ഇൻഡെക്സിൻ്റെ ചാർട്ട് അനാലിസ് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓവറോൾ കണ്ടീഷൻ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാൻ ഇനി കൂടുതൽ പോസിബിലിറ്റി എന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും വീക്കിലിയിൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഡ്രോ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദിവസങ്ങളിൽ നമുക്ക് അത് വെച്ച് നമുക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏതൊരു റെസിസ്റ്റൻസ് ആണോ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ഡെയിലി ക്യാൻഡിൽ ക്ലോസിങ് തരുന്നത് അതനുസരിച്ച് പിന്നെ ആ ഒരു ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് വീണ്ടും തരാനുള്ള സാധ്യതകൾ
ഉണ്ട്. അതല്ല സപ്പോർട്ടാണ് ബ്രേക്ക് ഡൗൺ തരുന്നതെങ്കിൽ വീണ്ടും താഴോട്ടുള്ള മൂവ്മെൻറ്റുകൾ തരാൻ സാധ്യതകളുണ്ട്. അപ്പം ഒരുപക്ഷെ ഈ ഒരു റീജിയനിൽ ഇനിയും കൺസോൾട്ടേഷൻ കുറച്ചും കൂടെ നടന്നതിന് ശേഷമായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അനാലിസിസ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിലെ ഒരു പ്രോ സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുണ്ട്, അതുപോലെ അതുവഴി റെഗുലറായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെയും വന്ന് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ ഒരു ചെറിയ ഫീസിൽ അതിമനോഹരമായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കോഴ്സാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.